ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇന്നലത്തെ ബാക്കി വീഡിയോ ഇപ്പോൾ ഇടാം കേട്ടോ. കാരണം അവിടുത്തെ സ്റ്റേജ് എന്താണെന്നൊക്കെ നോക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തീപിടുത്തം ഉണ്ടായിന്ന്, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ബിൽഡിങ്. അതായത് നമ്മുടെ ബിൽഡിംഗ് എന്നല്ല, നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റ്, അതായത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റാണ് KS അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഇവിടുന്ന് ഇതുണ്ട്, ഇതാണ് മതിൽ വരുന്നത് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് തീ പിടിച്ചത്. കിടക്കുന്നത് കണ്ടോ? ഇത് ഫുള്ള് കത്തി കേട്ടോ. അതാ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഫുള്ള് പുകയൊക്കെ ആയി. ഇതുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ആരോ എന്താ പറയുക അവിടെ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു കൊതുകുതിരി, ഞാൻ അറിഞ്ഞത് കൊതുകുതിരി കത്തിച്ച് വെച്ചിരുന്നെന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പം അത് ബെഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ ബെഡിലേക്ക് അത് പടർന്നതാവാം കാരണമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഇന്നലത്തെ വിശേഷം എന്താ, ബാക്കി ഇന്നാണ് ഇരുന്നത്. കാരണം രാത്രിയാകുമ്പോഴേ എന്താണെന്നൊന്നും അറിയാതെ ഇറങ്ങിപ്പോയിട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ അമ്പൂരെയൊക്കെ വിട്ടിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫ്രൈഡേ അല്ല, ഞങ്ങളുടെ പരമാര അമ്പലത്തിൽ ഒന്ന് പോയേക്കാന്ന് വെച്ചു. ഞാൻ നോക്കുമ്പോൾ കൂട്ടിന് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി പെട്ടെന്ന് റെഡിയായി ഇറങ്ങി വരുന്നു. അങ്ങനെ ഞാനൊരു റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ സീ യു, ബൈ. ഇങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ നടയ്ക്ക് വന്നു കേട്ടോ. പിന്നെ ഒരു ചരട് ജപിക്കാനുണ്ടായിരുന്നു. എല്ലാ മാസത്തിലും എനിക്ക് നിർബന്ധമാണ് ചരട് ജപിച്ചിട്ട് ഞാനും ഉണ്ണിയും കൂടെ കെട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ പഠിക്കുകയാണെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലൊരു ധൈര്യമാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഈ ചരടാണ്. എൻ്റെ ദേവിയമ്മയുടെ, അതായത് ഞാൻ അമ്മേനെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന എൻ്റെ പരമാര അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് അമ്മ ജനിച്ചു തരുന്നതായിട്ടാണ് എൻ്റെ ഒരു ഇത്. ആ കിട്ടിയ ചരട് നമ്മുടെ ദേഹത്ത് ധരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പോസിറ്റീവ്, അതായത് ഈ ക്ഷേത്രത്തിൽ കയറുമ്പം ഉണ്ടാവുന്ന പോസിറ്റീവും ഒക്കെ കൂടി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, പോകുന്നവർക്ക് മനസ്സിലാവും. എനിക്കതെല്ലാം പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഞാൻ എൻ്റെ കൂടുതൽ സമയങ്ങളിൽ ഞാൻ ചിലവഴിക്കുന്നത് എൻ്റെ ക്ഷേത്രങ്ങളായിട്ടും എൻ്റെ പൂജകളായിട്ടൊക്കെയാണ്. എനിക്കതൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ